മന്ത്രിമാരും സിപിഐ നേതാക്കളും പറഞ്ഞൊരു കാര്യമാണിത്. കൂട്ടുത്തരവാദിത്വമുള്ള മുന്നണിയെ ഇരുട്ടിൽ നിർത്തി തിടുക്കപ്പെട്ടെന്തിന് പദ്ധതിയിൽ ഒപ്പിട്ടു എന്ന്. ഇവിടെ ഒരുപോലെ സിപിഎമ്മും സിപിഐയും നിലപാടെടുത്തിട്ടുള്ള പദ്ധതിയാണ് PM ശ്രീ. അവിടെയാണ് മുന്നണി മര്യാദകൾ പോലും പാലിക്കാതെ, സിപിഐയെ കേൾക്കാതെ, സിപിഐ എന്നല്ല മറ്റു ഘടകകക്ഷികളെ ഒന്നും അറിയിക്കാതെ ഒരു തീരുമാനം സർക്കാർ കൈക്കൊള്ളുന്നത്. വിദ്യാഭ്യാസ മന്ത്രി അതിന്റെ ഭരണഘടനാ ലംഘനമാണ് ഈ വിദ്യാഭ്യാസ മന്ത്രി ഒപ്പിട്ട രീതി എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഓരോ ദിവസങ്ങളായി പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ഒരു സമവായം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നിടത്ത് അവിടെയും അത് സാധ്യമാകുന്നില്ല. സിപിഐയെ എന്തുകൊണ്ടാണ് സിപിഐയോട് ഇങ്ങനൊരു സമീപനം സർക്കാരും സിപിഎമ്മും സ്വീകരിക്കുന്നത്? മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ CPI സംസ്ഥാന സെക്രട്ടറിയും തമ്മിലുള്ള ചർച്ചയ്ക്ക് ശേഷവും ഈ വിഷയത്തിൽ തീരുമാനമായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയിൽ പ്രധാനമായിട്ടും PM ശ്രീയുമായി ബന്ധപ്പെട്ട CPIക്ക് ഉണ്ടായിട്ടുള്ള CPIയുടെ 3 കമ്മിറ്റികളിൽ, അത് സെക്രട്ടേറിയറ്റിലും ദേശീയ തലത്തിലും അതോടൊപ്പം തന്നെ എക്സിക്യൂട്ടീവിലും, ഇന്ന് ചേർന്ന എക്സിക്യൂട്ടീവിലും ഉണ്ടായിട്ടുള്ള തീരുമാനങ്ങൾ അറിയിക്കുകയാണ് ചെയ്തത്. ആ തീരുമാനങ്ങൾ കേട്ട ശേഷം മുഖ്യമന്ത്രി ഒരു മറുപടിയും പ്രതീക്ഷ നൽകുന്ന ഒരു മറുപടിയും നൽകിയിട്ടില്ല എന്നുള്ളതാണ് CPI നേതാക്കൾ അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ 2 കാര്യങ്ങളാണ് ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത്. ഒന്ന്, LDFുമായി ചേർന്നിട്ടുള്ള ഒരു ചർച്ചയിലൂടെ ഈ പ്രശ്നം പരിഹരിക്കുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പേ ഉള്ളൂ എന്നുള്ള നിലപാട് CPI സ്വീകരിച്ചിരിക്കുന്നു. അതോടൊപ്പം രണ്ടാമത്തെ വന്നിരിക്കുന്നത്, മറ്റന്നാൾ നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ CPIയുടെ 4 മന്ത്രിമാരും പങ്കെടുക്കേണ്ടതില്ല എന്നായിരുന്നു എക്സിക്യൂട്ടീവിന്റെ തീരുമാനം. അതുമായി മുന്നോട്ട് പോകുമെന്നാണ് മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുള്ളത് ബിനോയ് വിശ്വം. ഒപ്പം അടുത്ത 4 തീയതി ചേരുന്ന സംസ്ഥാന കൗൺസിലിൽ ഈ തീരുമാനത്തെ CPI നേതാക്കൾ ഉന്നയിക്കും. അതിനുശേഷം അതിൽ നടക്കുന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും തുടർ നടപടികളുമായി മുന്നോട്ട് പോകുക. എന്നാൽ അപ്പുറത്തെ വശത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ CPMന്റെ മുന്നിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് LDFിലേക്ക് ഈ വിഷയം വരുന്നു. LDFുമായി ചർച്ച ചെയ്ത് ഈ ഒരു പ്രശ്ന പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസമാണ് CPMന് ഇപ്പോഴുമുള്ളത്. 2 കാര്യങ്ങളിൽ പ്രധാനമായി ഉണ്ട്. ഒന്ന്, PM ശ്രീയിൽ ഒപ്പിടേണ്ടി വന്നിട്ടുള്ള സാഹചര്യം, അതിന്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ, മറ്റു വശങ്ങളെല്ലാം തന്നെ വിദ്യാഭ്യാസ മന്ത്രി നേരത്തെ തന്നെ CPIയുടെ ഓഫീസിലെത്തി അറിയിച്ചിരുന്നു. അതിന്റെ ഒരു തുടർച്ച എന്ന നിലയിലേക്ക് മുഖ്യമന്ത്രി ഈ കാര്യങ്ങൾ വിശദീകരിക്കും. LDFിൽ എന്തുകൊണ്ട് ഇത് ചർച്ച ചെയ്തില്ല എന്നുള്ള പ്രശ്നം, രണ്ടാമത് മന്ത്രിസഭയുടെ പൂർണ്ണമായ അനുമതിയില്ലാതെ ഈ വിഷയത്തിൽ ഒപ്പിട്ടു എന്നുള്ള വിഷയം, ഈ 2 കാര്യങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. അതിലൊരു പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഉഭയകക്ഷി ചർച്ചകൾ നടത്തണം എന്നുള്ളൊരു തീരുമാനത്തിലാണ് CPM ഉള്ളത്. എന്നാൽ അതിൽ 4 തീയതിയിലെ സംസ്ഥാന കൗൺസിലിന് ശേഷം മാത്രമേ CPI ഒരു നിലപാട് സ്വീകരിക്കൂ എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് കിട്ടുന്ന വിവരം. ശരി, മാർഷൽ വി സെബാസ്റ്റ്യനാണ് വിവരങ്ങൾ നൽകുന്നത്.